ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി അവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവിടെ അനൂപ് ആന്റണി അവിടെ തമ്പടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. റീനു ശ്രീധർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റീനു, ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. കാരണം ദേശീയ തലത്തിൽ ഈ മതപരിവർത്തനം അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന ആരോപണം ഉന്നയിക്കുക, അവർക്കെതിരെ നടപടികളിലേക്ക് കടക്കുക, ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അവരെ അകത്തിടാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് കാലാകാലങ്ങളായി. പക്ഷേ ഈ രണ്ട് സിസ്റ്റർമാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന ബി.ജെ.പി ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണോ? ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബി.ജെ.പി നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുമോ, അതോ ഇത് വലിയ അവരുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു വലിയ പ്രശ്നമായി മാറാൻ പോവുകയാണോ? റീനു ശ്രീധർ, എങ്ങനെയാണ് ബി.ജെ.പി വിഷയത്തെ സമീപിക്കുന്നതും ഇത് കൈകാര്യം ചെയ്യുന്നത്? ജി.കെ, സംസ്ഥാനത്ത് ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ എത്തി കൃത്യമായി തന്നെ ഇത് മനുഷ്യക്കടത്തല്ല അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഒരു ഇടപെടലല്ല എന്നുള്ളത് പറയുന്നുണ്ട്. കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയുമായി 3 തവണ സംസാരിച്ചു. ഉടൻ തന്നെ ഇതിലൊരു പരിഹാരമുണ്ടാകും. പക്ഷേ കോൺഗ്രസ് ആണ് ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ ഉള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതെന്ന് അടക്കം പറയുമ്പോഴും ഈ ബി.ജെ.പിക്ക് ഉള്ളിലെയും അതുപോലെ തന്നെ പുറത്തെയും ക്രൈസ്തവരെ, അതായത് കേരളത്തിലെ ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ബി.ജെ.പിക്ക് ആകുന്നില്ല എന്നുള്ളതാണ്. അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്, ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് ഈ അറസ്റ്റ് നടന്ന എത്ര ദിവസത്തിന് ശേഷമാണ് എന്നത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. ഈ മത അധ്യക്ഷന്മാരൊക്കെ തന്നെ, ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊക്കെ തന്നെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗികമായിട്ടുള്ള ആ പ്രതിഷേധത്തിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് അടക്കം അല്പസമയത്തിനകം രാജ്ഭവനിലേക്ക് പ്രതിഷേധം വെച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് ഒരു രീതിയിലും മറുപടി പറയാനാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത്തരത്തിലൊരു സംഘത്തെ അയച്ചെങ്കിൽ പോലും ഇതിന് എന്താണ് ഒരു മറുപടി എന്നുള്ളത് ഇതുവരെയും പറയാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ഇതൊരു മുതലെടുപ്പ് രാഷ്ട്രീയമായി കാണുന്നു എന്നുള്ളതാണ് ബി.ജെ.പി പറയുന്നത്. പക്ഷേ അത് ഒരു തരത്തിൽ ശരിവെക്കാം. കാരണം മന്ത്രിമാരടക്കം, CPM നേതാക്കളടക്കം, കോൺഗ്രസ് നേതാക്കളടക്കം പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് ഈ വിഷയത്തിൽ മതമേലധ്യക്ഷന്മാരൊന്നും പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തും ഒക്കെ തന്നെ കേക്കും ആശംസാ കാർഡുമായി ഒക്കെ തന്നെ ഈ അരമനകളിലൊക്കെ തന്നെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു സംരക്ഷണം നൽകാമെന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഉറപ്പൊന്നും പാലിക്കപ്പെടാത്തതിനെതിരെ ഒരു പ്രതിഷേധം ഉന്നയിക്കുവാൻ വേണ്ടി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബജ്രംഗ് ദൾ പോലെയുള്ള സംഘടനകളുടെ നീക്കമാണ് എന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി സംസ്ഥാന ഘടകത്തിന് ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കാൻ കഴിയും? ഒരു പ്രതിനിധി അയച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ബി.ജെ.പിയുടെ കേരള ഘടകം നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുമോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. റിനു ശ്രീധർ, അത് ബി.ജെ.പി എത്രത്തോളം ഈ വിഷയം പ്രതിരോധത്തിലാക്കുന്നു കേരളത്തിൽ എന്നതിന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതേ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാനോ ഉണ്ട്. ഒന്ന്, സഭ പ്രത്യക്ഷമായ സമരത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നം എങ്ങനെയാണ് ദേശീയ തലത്തിൽ ചർച്ചയാക്കപ്പെടുന്നത്, പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണം എന്ന സഭയുടെ ആവശ്യം ഏത് നിലയ്ക്കാണ് പരിഗണിക്കപ്പെടാൻ പോകുന്നത്?